ഭാഗത്തുനിന്നല്ല. നമ്മളെ കൽബിന് കാര്യമായ അസുഖമുണ്ട്. അയൽവാസികൾ നന്നാകുമ്പോ, ബന്ധുക്കൾ നന്നാകുമ്പോ സ്വന്തം നാട്ടുകാരോട് മാത്രമേ നമുക്ക് സത്യത്തിൽ അസൂയുള്ളൂ. കടുപ്പാത് ശരിക്കൊന്ന് ആലോചിച്ചാൽ ഇനി അസൂയ നമ്മളെ കൽബിലുണ്ട്. ആർക്ക് എന്തുണ്ടായാലും നമുക്കെന്താ, നമുക്ക് തരാനുള്ളത് പടച്ചോ നമുക്ക് തന്നെ തരും. അത് അള്ളാഹു വേറാക്കി കൊടുക്കൂല. അത് നമുക്ക് ഉറപ്പാ. അള്ളാഹു നീതിമാനാണ്. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ദുഃഖം, പ്രയോജനമില്ലാത്ത ടെൻഷൻ, അത് അസൂയയുള്ളവന്റെ മൂന്നാമത്തെ അപകടമാണ്. നാലാമത്തെ അപകടം പ്രധാനമാണ് കേട്ടോ സഹോദരങ്ങളെ. അമൽ ഖൽബ്, ഖൽബിന്റെ അന്ധത, ആത്മീയമായ മരണം, ആത്മീയമായ അന്ധത ബാധിക്കും. അമൽ ഖൽബ്, അവന്റെ മുഖത്ത് കണ്ണുണ്ടാകും, പക്ഷെ ഖൽബിനൊരു കണ്ണുണ്ട്, അത് നഷ്ടപ്പെടും. ഉൾക്കാഴ്ച നഷ്ടപ്പെടും, അകക്കണ്ണ് നഷ്ടപ്പെടും. ബാഹ്യമായ കണ്ണിനേക്കാൾ പ്രധാനം ഏതാണ്? ബാഹ്യമായ കണ്ണില്ലാത്ത എത്രയോ ആളുകൾ നല്ല മനുഷ്യരായി ജീവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം യുദ്ധത്തിൽ ഷഹീദായിട്ടാണ് വഫാത്താകുന്നത്. കണ്ണില്ലാഞ്ഞിട്ട് പോലും യുദ്ധക്കളത്തിലിറങ്ങി പടച്ചട്ടയണിഞ്ഞ് പടവാളെടുത്ത് ശത്രുക്കളോട് പടവെട്ടി ഷഹീദാവാൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന് കണ്ണ് തടസ്സമായില്ല. കാരണം ഉൾക്കാഴ്ചയുള്ള മഹാനാണ്, അകക്കണ്ണുള്ള മനുഷ്യനാണ്, ഖൽബിന് കണ്ണുണ്ട്. മറ്റുള്ളവരെക്കാൾ അദ്ദേഹം അതിലാവേശഭരിതനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസൂയ ബാധിച്ചാൽ ഉള്ളിലുള്ള ലൈറ്റ് കെട്ടുപോകും, അകക്കാഴ്ച നഷ്ടപ്പെട്ടു പോകും, ഉള്ളിലുള്ള പ്രകാശം അസ്തമിച്ചു പോകും. പുറമെ നിങ്ങൾ വെളിച്ചം കാണുന്നുണ്ടെങ്കിലും നിങ്ങളെ ഖൽബിന് വെളിച്ചമില്ല. ഖൽബ് ഇരുട്ടിലാണ്. ഖൽബിനെങ്ങാനും അന്ധത ബാധിച്ചാൽ വഅദ് കേട്ടാൽ ഫലിക്കൂല. തൊട്ടടുത്തുള്ള ആള് മരിച്ചാലും മോന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എത്ര അപകടങ്ങൾ ഉണ്ടായാലും, അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടായാലും ശരി, മാറി ചിന്തിക്കാനാവില്ല. മാറി ചിന്തിക്കേണ്ട ഖൽബ് അടഞ്ഞുപോയി, അതിന്റെ പ്രകാശം കെട്ടുപോയി. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, പടച്ചോൻ കാക്കട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോ. ചെറിയ അമൽ ഖൽബ് പേടിക്കേണ്ട സംഗതിയാണ്. ഖൽബിന് അന്ധത ബാധിച്ചു, ഒന്നും പിന്നെ കേൾക്കൂല, ഒന്നും അറിയില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം, ദുന്യാവ് ഉണ്ടാക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു, ഓടുന്നു, നടക്കുന്നു, മരിക്കുന്നു. അതല്ലാതെ ആ മനുഷ്യന്റെ ഉള്ളിൽ ലൈറ്റില്ല. അമൽ ഖൽബ്, അയാളുടെ ഖൽബിന് അന്ധത ബാധിച്ചു. അന്ധത ബാധിച്ചാൽ ഖൽബ് കൊണ്ട് കേട്ടറി മനസ്സിലാക്കേണ്ട ഒന്നും, ഖൽബ് കൊണ്ട് ചിന്തിക്കേണ്ട ഒന്നും അവന് ഉൾക്കൊള്ളാനാവില്ല. പിന്നെ അമൽ ഖൽബ് ബാധിക്കും. അവരുടെ ഖൽബിന് അല്ലാഹു സീൽ വെച്ചു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, അമൽ ഖൽബാണ്. ഖൽബിന്റെ അന്ധതയാണ്, ഉൾക്കാഴ്ച നഷ്ടപ്പെടുകയാണ്. ഒരു മനുഷ്യൻ ഉൾക്കാഴ്ച കൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്. കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളും അന്തസ്സായി ജീവിക്കുന്നു, ഉൾക്കാഴ്ചയുണ്ടവർക്ക്. അതുപോലെ തന്നെ അഞ്ചാമത്തേത്, ലാ യൽഫുറു ബിമുറാദിൻ വലാ യുൻസറു അലാ അഅദാഹി. അസൂയക്കാരന്റെ ഒരു പ്രശ്നങ്ങളും ക്ലച്ച് പിടിക്കുകയില്ല, ശത്രുക്കൾക്കെതിരെ സഹായവും കിട്ടുകയില്ല. ഒരു മനുഷ്യന്റെ ഖൽബിൽ അസൂയയുണ്ടായാൽ ഏത് വഴിയിലേക്ക് നീങ്ങിയാലും മുട്ടിത്തിരിച്ചിലുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. അതിന് നിങ്ങൾ ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് കാര്യമില്ല, മതിൽ പൊളിച്ചിട്ട് കാര്യമില്ല, കക്കൂസ് മാറ്റിയിട്ട് കാര്യമില്ല. നിങ്ങളതിന് ചെയ്യേണ്ടത് നിങ്ങളെ ഖൽബിൽ നിന്ന് അസൂയ മാറ്റലാകുന്നു. തൊട്ടടുത്ത അയൽവാസിയുടെ കച്ചവടം നല്ല കച്ചവടമാണ്. ആദ്യം 2 ആളുകൾ കെട്ടിക്കൊടുക്കാനുള്ള സ്ഥലത്ത് നിന്ന് 7 ആളുകളാണ്. നമ്മളെ കച്ചവടം പഴയ മോഡലാണ്, നമ്മൾ കുറെ മുമ്പ് തുടങ്ങിയതാ, സീനിയോറിറ്റി. പക്ഷേ പഴയ രൂപത്തിലാണ്. പെട്ടെന്നൊരു കച്ചവടം കിളച്ചു പിടിക്കുമ്പോൾ പിന്നെ അവിടെ ടെൻഷനായി, സമാധാനമില്ല. അതെങ്ങനെ നശിപ്പിക്കാൻ കഴിയും? പിന്നെ ഈയത്തകോട് കുപ്പിയേറ്റ് നടക്കുക. ഈ ഇടയ്ക്കൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ അണ്ണാച്ചികൾ വന്നിട്ട് കേബിൾ കീറുകയാണ്. കടന്റെ മുമ്പിലൂടെ കേബിളിന്റെ കുഴി കീറുന്നു. കേബിളിന്റെ കുഴി കീറി ഇങ്ങനെ പോകുമ്പോൾ അണ്ണൻ വിളിച്ചു, മുതലാളി ഇങ്ങ വാ, കുപ്പി ഇരിക്കും, കുപ്പിന്റെ ഇവിടെ എന്ന് പറഞ്ഞു. ഒരാളിനെ വിളിച്ചു. മലയാളി ഓടി നോക്കുമ്പോൾ സാധാരണ കുപ്പിയല്ല, അതിലുള്ള തകിട് ഇങ്ങനെ തിളങ്ങണ്. മുതലാളി എന്ത് ചെയ്തു? തന്റെ കടന്റെ മുമ്പിൽ ഈ തകിടുള്ള കുപ്പി അയാൾ വേഗം ഒരു കീസ് കൊണ്ടുവന്നൊരു വടി കൊണ്ട് തോണ്ടി എല്ലാം കീസിലാക്കിയിട്ട് കതച്ചുകൊണ്ട് ഓടിക്കേറി ഉസ്താദിന്റെ അടുത്ത് ഉസ്താദേ ഒരു കുപ്പി കിട്ടി. അതിനെന്താ ഞങ്ങൾ ബേജാറാണ്? അല്ല, കുപ്പിയിൽ ഈ തകിടുണ്ട്. അതിനെന്താ? അള്ളാഹു നിങ്ങൾക്ക് കളാക്കിയതല്ലേ നിങ്ങൾക്ക് സംഭവിക്കുള്ളൂ. നിങ്ങൾ നിസ്കരിക്കലൊക്കെ അല്ലേ? അല്ലല്ല, ഉസ്താദ് നോക്കണം എന്താണ്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ഇടുക്കി നമുക്ക് നോക്കാം. ഉസ്താദ് മതിയാറി. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാരണം അത് തൊട്ടിട്ട് വല്ല മുസീബത്തും വരികയാണെങ്കിൽ അമ്മക്ക് വന്നോട്ടോ, ഓ തൊടൂല, ഓരത് വടിയോണ്ട് തോണ്ടി കേസിലിട്ട് കൊണ്ടുവന്നതാ. ആ ഉസ്താദ് നോക്കിയാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റോ പേരിന് വേറൊരുത്തം പേരിന് ഓൻ്റെ മുമ്പൊന്നും കിട്ടി. അവിടെ കുഴിച്ചിട്ട് വടി അറിഞ്ഞിട്ടില്ല, ഇവിടെ കുഴിച്ചിട്ട് മറ്റോടത്ത് പറഞ്ഞിട്ടില്ല.
ഇതിനൊക്കെ മനുഷ്യന്മാരുണ്ട്. നമ്മൾ കരുത് അതൊക്കെ പഴയ കാലത്തല്ലേ. ഇപ്പൊ ഇതിനൊക്കെ എവിടെ മനുഷ്യന്മാർക്ക് നേരം? മനുഷ്യന്മാർക്ക് അതിനേ നേരുള്ളൂ. വേറൊരാൾ നന്നാവുന്നത് കണ്ടാൽ അവിടെ കുപ്പി വരുന്നു, കടന്റെ മുമ്പിൽ കേബിൾ കീറുമ്പോൾ കുപ്പികളെ കൊണ്ടൊരു കളിയും ചിരിയാ. പിന്നെ ഓരോരുത്തർ ഓടി വരികയാണ്. ഇവിടെ കുഴിച്ചിട്ട് അവിടെ അറിഞ്ഞില്ല, അവിടെ കുഴിച്ചിട്ട് മുമ്പ് റമദാൻ മാസം വയലിന് പോയി 2 കുട്ടികൾ. ഒന്ന് വികലാംഗൻ, കാലിന് സുഖമില്ലാത്തൊരു മനുഷ്യനും. കാലിന് സുഖമില്ലാത്ത ആളാവുമ്പോൾ ഒരു 10 റുപ്യ ഇറക്കിട്ടു. വളരെ ആരോഗ്യം കുറഞ്ഞ ആളൊരു ബാഗുമായി ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരുത്തനെ കണ്ടു. ഇവന്റെ ബാഗിൽ പൈസ ഉണ്ടാവും. റമദാൻ മാസം കണ്ണൂർ ജില്ലയിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് സാധാരണക്കാർക്ക് അറിയാം. ഇയാൾ ഉറങ്ങിയാൽ ആ പേസ് അടിച്ചു മാറ്റണം എന്ന് കരുതി ഒരാൾ മൂപ്പര കൂടെ വന്നു. ഇയാൾക്ക് മനസ്സിലായി ഇവന്റെ കൂടെ നടക്കുന്നത് ജ്യൂസ് വേണോ, ബീഡിയാണോ, സിഗരറ്റ് ആണോ വെച്ച് നടക്കണത് വെറുതെ അല്ല. എന്തിനാണ്? ഞാൻ ഉറങ്ങിയാൽ എന്റെ പേസ് വന്ന് തട്ടിക്കളയും. 2 ആൾ ഉറങ്ങാൻ കടന്നു, മറ്റവൻ ഉറക്കുണ്ടാവില്ലല്ലോ. അതിന്റെ ഇടയ്ക്കോ മൂത്രമൊഴിക്കാൻ പോയി കള്ളൻ. മൂത്രമൊഴിക്കാൻ പോയപ്പോ ഇയാൾ പേസ് ഒരു സ്ഥലത്ത് സുരക്ഷിതമായി വെച്ച് ഉറങ്ങി. ഇയാള് കൂർക്കം വലിച്ചു ഉറങ്ങി. അള്ളാഹു തവക്കൽ തോലല്ല, അത് പോകാൻ കളായതാണ്. ഈ പോകും ഞാൻ ഈ ബാഗിന് ഇപ്പൊ എന്താ ചെയ്യുന്നത്? പള്ളിയിലല്ല കിടക്കുക, ലോഡ്ജിൽ കിടക്കൂലല്ലോ. റമദാൻ മാസം വരികയല്ലേ. അയാൾ കിടന്നുറങ്ങി. അയാള് കിടന്നുറങ്ങി. മറ്റോൻ ഉറക്കം വരുന്നില്ല, ഓൻ ഉറങ്ങൂല. ഇവൻ ഉറങ്ങിയിട്ട് വേണം പേസ് അടിക്കാൻ. ഇയാള് കൂർക്കം വലിക്കാൻ തുടങ്ങി. കൂർക്കം വലിക്കാൻ തുടങ്ങിയപ്പോ പതുക്കെ എഴുന്നേറ്റ് ആൾ അയച്ചു വെച്ച അയാളെ ഷർട്ടൊക്കെ തപ്പി നോക്കി, ഷർട്ടിലില്ല. അയാളെ മെല്ലെ തപ്പി നോക്കി, ട്രൗസറിന്റെ ഈസ ഉണ്ടായാലും കാണില്ല. പിന്നെ നോക്കി എവിടെ പോയി ഇവനെ വെച്ചത്? ഓന്റെ തല നമ്മൾ സാധാരണ തലക്കടിയിലോട്ടില്ല വെക്കുക. തലയാണൻ്റെ ഉള്ളിൽ ഞാൻ തപ്പി നോക്കി, എങ്ങനെ തപ്പിയിട്ടും പേസില്ല. ഇയാൾ നല്ല ഉറക്കും, നല്ല പൈസ ഉള്ള പേസ് കാണും. ഇയാൾക്ക് അത്തായത്തിന്റെ ടൈമല്ല, അത്തായത്തിന് മുക്കരിക്ക വന്ന് വിളിക്കും, അതുവരെ ഉറക്കില്ല. പേസ് തപ്പാണ്. എവിടെയാണ് ഈ പഹനി കാലിന് വയ്യാത്തോ ഞൊണ്ടി നടന്ന് ആ പേസ് എവിടെ കൊണ്ടേ വെച്ചത് എന്ന് അന്വേഷിച്ച് നടന്നു. അവസാനം അത്തായത്തിന്റെ സമയം വന്ന് മുക്കരിക്ക വന്ന് വിളിച്ചു. ഈ സാധു എഴുന്നേറ്റ് മറ്റൊരേ കിടത്തം തന്നെ. കാരണം ഈ പേസ് കിട്ടാത്ത സങ്കടം. ഓണ കിടക്കാൻ വിചാരിച്ച ആളല്ല, അതെടുത്ത് പോകാൻ വിചാരിച്ച. അവസാനോട് എണീക്കടോ, തലവെക്ക്. എന്തേന്നു? തലവെക്ക് എന്ന് പറഞ്ഞു. അങ്ങ് എണീച്ചു. എണീച്ചപ്പോ ഓന്റെ തലക്കടിയിലോട്ട് പേസ് കൊടുത്തു. കാരണം അവിടെ ഇവൻ തരില്ലല്ലോ, അവിടെ ഇവൻ തരില്ലല്ലോ. ഓന്റെ തലൻ്റെ എന്ന് പറഞ്ഞതുപോലെ കടക്കാരൻ മറ്റോടത്ത് കുഴിച്ചിട്ടത് ഇയാൾ അറിഞ്ഞിട്ടില്ല, ഇവിടെ വെച്ചത് മറ്റോന് പറഞ്ഞിട്ടില്ല. കുപ്പികളെ കൊണ്ടൊരു കളി, മറ്റവൻ നശിക്കാൻ വേണ്ടി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ തിരക്കുള്ള കട നിങ്ങൾ വില പറഞ്ഞു വാങ്ങിക്കോ. 10-12 ആളുകൾ കെട്ടിക്കൊടുക്കാൻ നിൽക്കുന്ന കട നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ച് വാങ്ങി നോക്കും. നിന്റെ കച്ചവടം പഴയ പോലത്തെ തന്നെയാണ്. കാരണം അയാൾക്കുള്ള കല അല്ല നിന്റെ കല. നിനക്ക് 4 മാസത്തെ കണക്കാക്കിയൊന്ന് വേറെ, അയാളുടെ കല എന്ന് പറയും. നീ കടയിൽ നിന്ന് മാറിയൊക്കെ സാമ്പിളിന് അയാൾ എങ്ങോട്ട് മാറി അവിടെ കച്ചവടം. അള്ള കണക്കാക്കിയ സമയം. ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ അസൂയക്കാരന്റെ ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയാവുകയില്ല. അസൂയക്കാരന് വിഷമം വന്നാൽ ശത്രുക്കൾക്കെതിരെ അള്ള സഹായം കൊടുക്കൂല. എന്താ കാരണം? അള്ളാഹുവിനോട് വെറുപ്പാണ്, അവന്റെ കൽബിൽ അസൂയയാണ്. അള്ളാഹു അവന്റെ അടിമക്കൊരു കാര്യം ചെയ്തപ്പോൾ അതിൽ അസന്തുഷ്ടനായി കഴിച്ചു കൂട്ടുന്ന ഒരാളെ അയാൾക്കെതിരെ ശത്രുക്കൾ വരുമ്പോൾ പടച്ചറപ്പിന്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് അസൂയ കൽബിന്ന് നീക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ മുറാദുകൾ ഹാസിലാവാതെ തട്ടിത്തടഞ്ഞു കിടക്കും. രണ്ടാമത് നിങ്ങൾക്ക് പ്രശ്നങ്ങളും ശത്രുക്കളും കൂടിക്കൂടി വരും. ശത്രുക്കൾ ഇങ്ങനെ കൂടും, എല്ലായിടത്തും പ്രതിസന്ധികൾ കൂടും. ഒരു പ്രതിസന്ധിയിൽ നിന്നും തല ഊരാൻ കഴിയില്ല. ഈ 5 നഷ്ടങ്ങൾ ഒരു അസൂയക്കാരന് സംഭവിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ഒരു സംഭവം നോക്കൂ നിങ്ങൾ. അസൂയ ചെറുതല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുല്ലാഹ് പറയാണ്, എനിക്കാരോടും അസൂയയില്ല. ശിഷ്യന്മാർ ചോദിച്ചു എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ ഒന്നിരിക്കൽ സ്വർഗത്തിലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അയാൾ ആരായിരിക്കും? നരകത്തിലായിരിക്കും. അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. ഒരു മനുഷ്യൻ ഒന്നിരിക്കൽ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും? എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും. സ്വർഗത്തിലാണെങ്കിൽ ഞാൻ അവനോട് അസൂയ വെച്ചാൽ നമ്മളെ ഫീസ് അടിച്ചു പോവില്ലേ? ആരാ സ്വർഗവാസി? അള്ളാന്റെ ആളാണ്. സ്വർഗത്തിൽ കിടക്കുന്ന ആൾ അള്ളാഹു ബഹുമാനിച്ച വ്യക്തിയാണ്, അള്ളാന്റെ വലിയാണ്. ആ മനുഷ്യനെങ്ങാനും സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ഒരു സ്വർഗക്കാരനോട് അസൂയ വെച്ചാൽ ഞാൻ തകർന്നു തരിപ്പണമായി പോകും. ഉറപ്പാ. അതുകൊണ്ട് അയാളോട് എനിക്ക് അസൂയല്ല. ഇനി അഥവാ അയാൾ നരകത്തിലാ നോക്കുക, കാലാകാലം നരകത്തിൽ കിടക്കുന്ന ആളോട് നമ്മളല്ലാതെ അസൂയ വെക്കുക. നാളെ തൂക്കിക്കൊല്ലാൻ പോണ ആൾക്ക് ബിരിയാണി കൊടുക്കണേ, എന്തിനാ ബിരിയാണി കൊടുക്കണം? ഏതായാലും നാളെ തൂക്കല്ലേ. അതേമാതിരി കാലാകാലവും നരകത്തിൽ കിടക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ കാര്യത്തിൽ അല്പം ബുദ്ധിയുള്ള ആൾ അസൂയ വെക്കുമോ? ഇബ്നു സിരീൻ ചോദിക്കാണ്, അസൂയക്കുള്ള മറ്റൊരു മരുന്നാണത്. ശരിക്കാലോചിച്ചൊക്കെ ബുദ്ധിപരമായി ആലോചിച്ചാൽ അസൂയക്ക് മരുന്നാണത്. നിങ്ങൾ